കാണാൻ പോകുന്ന കുടുംബശ്രീ ഷാദയുടെ ഫുൾ എപ്പിസോഡ് റിവ്യൂ ആണ്. അപ്പോൾ ഇന്നത്തെ ഈ എപ്പിസോഡ് ചെയ്യുന്ന തന്നെ നമ്മൾ നേരത്തെ അതായത് ഒരു 2 ആഴ്ചയ്ക്ക് മുന്നേ തന്നെ ഈ എപ്പിസോഡിൽ നടക്കാൻ പോകുന്ന കാര്യങ്ങളും ഇതിന് ശേഷം നടക്കുന്ന എല്ലാ കാര്യവും നമ്മൾ പറഞ്ഞു കഴിഞ്ഞതാണ്. പക്ഷേ എന്നാൽ ചില ആൾക്കാർക്ക് ചില ഡൗട്ട്സ് ഉണ്ട്. ഇതൊക്കെ എപ്പോഴാണ് സംഭവിക്കുന്നത്, ഇതൊന്നും അല്ലല്ലോ ഞങ്ങൾ TV കാണുന്നത് എന്നൊക്കെ പല ഡൗട്ട്സ് ഉള്ളതുകൊണ്ട് അതെല്ലാം ക്ലാരിഫൈ ചെയ്യാൻ വേണ്ടി തന്നെയാണ് ഇന്നത്തെ ഈ എപ്പിസോഡ്. നാളെ എന്തായിരിക്കും സംഭവിക്കുക എന്നുള്ള കാര്യം കൂടെ പറഞ്ഞ് അവർക്കൊരു ക്ലാരിറ്റി കൊടുക്കാൻ തന്നെ കരുതി. പിന്നെ ഇതിന് ശേഷം നടക്കുന്ന കാര്യങ്ങൾ നേരത്തെ തന്നെ ചാനൽ ഇട്ടിട്ടുള്ളതാണ്. അതിനെക്കുറിച്ച് ഇന്ന് ഞാൻ 2 വീഡിയോ ചെയ്യുന്നതായിരിക്കും, ചിലപ്പോൾ 2 3 ഇടുന്നതായിരിക്കും. അപ്പോൾ എല്ലാവരും നോക്കാൻ മറക്കണ്ട. ഈ ചാനൽ ആദ്യമായിട്ട് കാണുന്ന വ്യക്തിയാണെങ്കിൽ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ബെല്ലൈക്കൺ പ്രസ് ചെയ്യാനും കമൻസും ഷെയർസും ലൈക്സ് ചെയ്യാനും ആരും മറക്കണ്ട. അപ്പോൾ ഇന്ന് എപ്പിസോഡ് തുടങ്ങുമ്പോൾ തന്നെ സത്യങ്ങളെല്ലാം ശാലിനി അറിയുമോ എന്ന ആശങ്കയും ആ ഒരു ആകാംക്ഷ തന്നെയാണ് ഓരോ വ്യക്തി ഇരിക്കുന്നത്. കാരണം ജയശങ്കർ ഉണ്ട്, അതുപോലെ തന്നെ കാർത്തിക ഉണ്ട്, ശാലിനി ഉണ്ട്. ഈ 3 പേരെ അമ്പലമുറ്റത്തുള്ള കൂടിക്കാഴ്ച എന്തിലേക്ക് അവസാനിക്കുമെന്നാണ് ഓരോ വ്യക്തിയുടെയും പ്രതീക്ഷ. കാരണം പ്രതീക്ഷകൾ നമുക്ക് വളരെ തന്നൊരു എപ്പിസോഡ് എന്ന് തന്നെ പറയാം. തുടങ്ങുമ്പോൾ തന്നെ കാണിക്കുന്നതിൻ്റെ ഒരു കാര്യം എന്ന് പറയുമ്പം ഈ ജയശങ്കർ എന്ന് പറഞ്ഞവൻ ഈ അമ്പല പരിസരം മൊത്തം ഈ കാർത്തിക എന്ന പെണ്ണിനെ ആരെങ്കിലും ഈ പരിസരത്ത് വന്നത് കണ്ടിട്ടുണ്ടോ എന്ന് അന്വേഷണം നടക്കുവാണ്. ഈ സമയമാണ് കാർത്തിക എന്താണ് ശാലിനിയോട് സത്യങ്ങൾ തുറന്നു പറയാൻ തയ്യാറാകുന്നത്. ഈ സത്യങ്ങൾ തുറന്നു പറയാൻ കാരണം എന്ന് വെച്ചാൽ ശാലിനിയെക്കുറിച്ച് കാർത്തിക ചിന്തിക്കുകയാണ്. അതായത് വിഷ്ണുവേട്ടൻ എന്തുമാത്രം സ്നേഹിക്കുന്നു ശാലിനി അതിനേക്കാൾ 10 മടങ്ങ് വിഷ്ണുവേട്ടനെ സ്നേഹിക്കുന്നു. എന്നെ ഹർഷനെയും പോലെ 2 പേരും സ്നേഹിക്കുന്ന വ്യക്തികളല്ല. ഞാൻ എന്തിനാണ് ഇവരുടെ മനസ്സിന് ഇത്രമാത്രം നോവിക്കുന്നത്? അപ്പോൾ സത്യങ്ങൾ ഞാൻ തുറന്നു പറഞ്ഞേക്കാം. പക്ഷേ അങ്ങനെ ഞാൻ തുറന്നു പറഞ്ഞാൽ വിഷ്ണുവേട്ടൻ ഉദ്ദേശിക്കുന്ന കാര്യം നടക്കുമോ? കാരണം വിഷ്ണുവേട്ടൻ്റെ താല്പര്യം എന്ന് പറയുന്നത് ശാലിനി തനിക്കറിയാനുള്ള സത്യങ്ങൾ അറിയണം. ആ ഒരു കാര്യത്തിന് വേണ്ടിയിട്ടല്ലേ വിഷ്ണുവേട്ടൻ ഇത്രയും പാടുപെട്ടത്. അപ്പം അതും നശിക്കാൻ പാടില്ല, എൻ്റെ ആവശ്യം നടക്കണം. അപ്പോൾ ശാലിനിക്ക് എന്നെ സഹായിക്കാനും പറ്റും എന്ന രീതിയിൽ ശാലിനിയോട് സർവ്വ സത്യങ്ങൾ പറയാൻ തയ്യാറാകുമ്പോൾ ശാലിനി ഇന്നൊരു സത്യം മേടിക്കണം. അതായത് ഞാൻ എല്ലാം മനസ്സ് തുറന്ന് സംസാരിക്കുന്ന പോലെ തന്നെ ശാലിനി എന്നോടും സർവ്വ കാര്യങ്ങളും മനസ്സ് തുറന്ന് സംസാരിക്കണം. അതുപോലെ ഞാൻ ഈ പറയാൻ പോകുന്ന കാര്യങ്ങളൊന്നും ഒരിക്കലും വിഷ്ണുവേട്ടൻ പോലും അറിയാൻ പാടില്ല. ഇത് നമുക്ക് 2 പേർക്കും തമ്മിൽ മാത്രം ഒതുങ്ങുന്ന ഒരു കാര്യമാക്കണം എന്ന് പറയുമ്പം ശാലിനി ആ വാക്ക് കൊടുക്കണം. അപ്പോൾ ശാലിനി വാക്ക് കൊടുക്കുന്നതും അവൾ ആ സത്യം മേടിക്കുന്നതും ശാലിനിയോട് പറയാനായിട്ട് അത് പിന്നെ എന്ന് പറയുമ്പോഴത്തേക്കും നേരെ ഇവളുടെ മുഖം ചെന്നെത്തുന്ന ഉടക്കുന്നത് ഈ പറയുന്ന ജയശങ്കറിൻ്റെ മുഖത്തേക്കാണ് ഇവൾ കാണുന്നത്. അപ്പം ജയശങ്കർ ഇവരുടെ പിറകെ തന്നെ ഉണ്ട്. അപ്പം തൊട്ട് പിറകെ നിൽക്കുക. ജയശങ്കർ ഇവളെ കണ്ടു, ഇവളും ജയശങ്കറിനെ കണ്ടു. അപ്പോൾ ഇനി അവിടെ നിന്ന് ആ കാർത്തികയുടെ സർവ്വ കള്ളത്തരങ്ങളും പൊളിയും. ശാലിനിക്ക് തന്നെ രക്ഷിക്കുകയോ ഇല്ലെന്ന കാര്യം ശാലിനിയെക്കുറിച്ചുള്ള അത്ര അഭിപ്രായം വരുന്നതിന് മുന്നേ തന്നെ ജയശങ്കറിനെ കാണുമ്പോൾ സമനില വിട്ട് എന്താണ് അവിടെ നിന്ന് പെട്ടെന്ന് പോകും. അപ്പോഴത്തേക്കും ശാലിനി അത്ഭുതപ്പെട്ടേക്കോ, ഇതെന്തോ ഇവൾ എന്നോട് പറയാമെന്ന് സത്യം മേടിച്ചിട്ട് ഒന്നും പറയാതെ ഇവളങ്ങ് പിറകെ തിരിഞ്ഞങ്ങ് ഓടുവാന്നല്ലോ. അപ്പോഴത്തേക്കും ശാലിനി എന്ന് പറഞ്ഞിട്ട് നിൽക്കുമ്പോഴത്തേക്കും അവളങ്ങ് പോയി കഴിഞ്ഞു. അവൾ പോകുമ്പോഴത്തേക്കും പിറകെ വരുവാണ് ഈ ജയശങ്കർ വരുന്നതും അവിടെ നിൽക്കുന്ന 2 ആൾക്കാരെ തട്ടിയിട്ടിട്ടാണ് വരുന്നത്. അപ്പോഴത്തേക്കും അവിടെ നിൽക്കുന്ന ആണുങ്ങൾ ജയശങ്കർ വിളിച്ചത്, നീ എങ്ങോട്ടേക്കുള്ള ഓട്ടപ്പാസിലാടാ, നീ ഞങ്ങളെ തള്ളിയിട്ടിട്ട് പോകുന്നു എന്നൊക്കെ ചോദിച്ചാൽ അവരവിടെ കുറച്ച് നേരം പിടിച്ചിരിക്കുമ്പം അവൻ്റെ സമയം അവിടെ നഷ്ടപ്പെടുവാണ് ഇവളെ തിരിച്ച് പിടിക്കാനുള്ള. അപ്പോഴത്തേക്കും ഇവളെന്താണ് ഒരു ചെടിയുടെ മൂട്ടിൽ പോയി പതുങ്ങി നിൽക്കുക. ജയശങ്കർ ആണെങ്കിൽ ആ ആൾക്കാരെ പിടിയിൽ നിന്നൊക്കെ ഒന്ന് വിട്ടിട്ട് ആ പ്രശ്നമൊക്കെ സോൾവ് ചെയ്തിട്ട് ആ അമ്പല പരിസരം മൊത്തം ഒന്ന് റൗണ്ട് അടിക്കുവാണ്. കാരണം ഇവളെ എവിടെയെങ്കിലും വെച്ച് കാണാൻ പറ്റും. കാരണം ഇപ്പം എൻ്റെ കൺമുന്നിൽ നിന്ന് മാഞ്ഞല്ലേ ഉള്ളൂ, എവിടം വരെ പോകാനാണ്. ആ ഒരു ഇതിനകത്ത് നോക്കുമ്പോഴത്തേക്കും അവിടെ ഒന്നും ഇവളെ കാണുന്നില്ല. ആ സമയത്താണ് കറക്റ്റ് എന്താണ് എന്നാൽ പിന്നെ അവിടെ അവൾ സംസാരിച്ചുകൊണ്ടിരുന്ന ആ ഒരു പെണ്ണ് നിൽക്കുന്നത്. അവളോട് പോയി കാര്യങ്ങൾ ചോദിക്കാമെന്ന് പറഞ്ഞിട്ട് ഇവൻ്റെ പോക്കറ്റിൽ ഇരിക്കുന്ന ആ ഫോൺ എടുത്ത് അതിനകത്തുള്ള ഇവളുടെ ഫോട്ടോ, കാർത്തികയുടെ ഫോട്ടോ കാണിച്ച് ശാലിനിയോട് ഇവളെക്കുറിച്ച് അന്വേഷിക്കാമെന്ന് തന്നെ ജയശങ്കർ ശാലിനിയുടെ അടുത്ത് വരെ വന്ന് ആ ഫോട്ടോയും ജയശങ്കറിൻ്റെ കയ്യിൽ തന്നെ ഉണ്ട്. ശാലിനി ഏകദേശം ഫോണിലേക്കൊന്ന് നോക്കുന്നുണ്ട്. ഇയാൾ എന്നോട് എന്തോ സംസാരിക്കാൻ വരുവാന്നല്ലോ എന്നൊരു ചിന്തയും ശാലിനിയുടെ മനസ്സിലുണ്ട്. അപ്പോഴാണ് ശാലിനിയുടെ ഫോണിലേക്ക് ശാരദാമ്മയുടെ കോൾ വന്നത്. ആ അമ്മയെ ആ ചെടിയുടെ മൂട്ടി പതുങ്ങി നിൽക്കുന്ന ഈ കാർത്തിക മനസ്സിൽ ചിന്തിക്കുക, ജയശങ്കർ ശാലിനിയുടെ അടുത്തേക്കാണല്ലോ പോകുന്ന, ദൈവമേ ഇനി എല്ലാ സത്യങ്ങളും ശാലിനിയോട് പറയും. ഇവള് തന്നെ സത്യം പറയാനിരുന്നതാണ്. പക്ഷേ എന്നിട്ടും ജയശങ്കർ ആ സത്യങ്ങൾ പറയുമ്പോൾ എന്ത് രീതിയിലാക്കി ഇവളെ പറഞ്ഞ് ധരിപ്പിക്കുന്ന എന്നുള്ള പേടി തന്നെയാണ് കാർത്തികയുടെ മനസ്സിൽ ടോട്ടലിരിക്കുന്നത്. അപ്പോൾ ആ ഒരു പേടി കൊണ്ട് കാർത്തിക ഇരിക്കുമ്പോഴത്തേക്കും ജയശങ്കർ അടുത്ത് പോയി ഫോൺ കാണിക്കുമല്ലോ. ആ സമയമാണ് ശാലിനി ഫോൺ വന്നതില്ല. അപ്പോൾ ശാലിനി ഫോൺ എടുത്തിട്ട് അമ്മേ പറ എന്ന് പറയുമ്പോഴത്തേക്കും ശാലിനി എന്താണ് ആ ഫോണും കൊണ്ട് മുന്നിലേക്ക് നടക്കുന്നതും ജയശങ്കർ ഈ ഫോട്ടോയോ ഈ കാര്യങ്ങളൊന്നും ശാലിനിയോട് സംസാരിക്കാൻ പറ്റാതാവുക. അപ്പോഴത്തേക്കും എന്താണ് ശാലിനി അങ്ങ് മുന്നോട്ട് പോകുമ്പോഴത്തേക്കും ഈ ജയശങ്കർ എന്താണ് ഇവളെന്തോ ഞാൻ സംസാരിക്കാൻ വന്നിട്ട് ഇവളുടെ പാട്ടിന് പോകുന്നല്ലോ എന്ന് പറഞ്ഞിട്ട് പോകുന്ന ശാലിനിയെ തന്നെ നോക്കി അങ്ങ് നിൽക്കുവാണ്. കാർത്തിക മനസ്സിനകത്ത് ആശ്വാസം, എന്നാലും ശാലിനിയോടൊന്നും പറയാൻ പറ്റിയില്ലല്ലോ. ശാലിനിക്ക് അപ്പോഴത്തേക്കും ഫോണോ എന്തോ വന്നത് കാര്യമായിരുന്നു കാർത്തിക മനസ്സിൽ ചിന്തിക്കുമ്പം ഇവരെന്തിനും കാർത്തികയെക്കുറിച്ചുള്ള അന്വേഷണം നിർത്തുന്നില്ല. കാർത്തിക എന്താണ് ഈ അമ്പല പരിസരത്ത് ഒന്നും കൂടെ പോയി അന്വേഷിക്കുമ്പോൾ കാർത്തികയെ പോലെ തന്നെ അതേ റെഡ് കളർ സൽവാർ ഇട്ട് വേറൊരു പെണ്ണിനെ കാണുക. അപ്പോൾ അവളിങ്ങോട്ട് തിരിഞ്ഞ് പഠിക്കുമ്പോഴത്തേക്കും കറക്റ്റ് ഈ രോഹിത് സുസ്മിതയെ അന്വേഷണം നടന്ന ഒരു സീനുണ്ടല്ലോ, കറക്റ്റ് പറയണമെങ്കിൽ എപ്പിസോഡിൻ്റെ ഫുൾ ഫീലും അതന്നെ. രോഹിത്തിന് പകരം ഇപ്പോൾ ഒരു ജയശങ്കർ എന്ന് മാത്രമേ പറയാൻ പറ്റത്തുള്ളൂ. സുസ്മിതയ്ക്ക് പകരം അന്വേഷിക്കുന്ന കാർത്തികൻ. ഈ 2 മാത്രമേ ഉള്ളൂ വ്യത്യാസം. കറക്റ്റ് അത് തന്നെയാണ് നടക്കുന്നത്.
അപ്പോൾ എന്താണ് ഇവൻ ഇങ്ങനെ അന്വേഷണം നടക്കുമ്പോഴത്തേക്ക് നേരെ എന്താണ് വേറൊരു പെണ്ണിനെ കയറി പിടിക്കുമ്പോഴത്തേക്ക് അത് മറ്റൊരു പെണ്ണാണ്, കാർത്തികേയൻ. അപ്പോഴത്തേക്ക് ആ പെണ്ണിൻ്റെ ഭർത്താവിനെ കയറി ഇടിച്ച് നല്ല പഞ്ചറാക്കുവാണ്. ലാസ്റ്റ് അവിടുത്തെ ഇടിയും അടിയും തൊഴിയൊക്കെ കൊണ്ട് ലാസ്റ്റ് ജയശങ്കർ പോകുന്നതാണ് കാണിക്കുന്നത്. ഇതേ സമയത്ത് തന്നെ ഓണം കട്ട് ചെയ്തിട്ട് നേരെ വന്ന് എന്താണ് അമ്പലനടയിൽ ദൈവത്തിൻ്റെ മുന്നിൽ നിന്ന് ഭയങ്കര പ്രാർത്ഥന. അങ്ങനെ പ്രാർത്ഥിക്കുമ്പോഴത്തേക്കും പൂജാരി വന്നിട്ട് എന്താ ചോദിക്കുവാണ്, മോളിന്ന് ഭയങ്കര പ്രാർത്ഥനയിലാണല്ലോ, എന്ത് ചെയ്യാനാണ് പൂജാരി? കാരണം എല്ലാ കാര്യങ്ങളും പ്രതിസന്ധി ഘട്ടം വരുമ്പം എല്ലാവരും കൈവിട്ടാൽ അവസാനം കൈവിടാതെ ഇരിക്കുന്ന ഒരു വ്യക്തി എന്ന് പറയുന്നത് ദൈവം മാത്രമല്ലേ ഉള്ളൂ. അപ്പം അതുകൊണ്ടാണ് അവിടെ വന്ന് തന്നെ പ്രാർത്ഥിക്കുന്നത്. സർവ്വ കാര്യങ്ങളും ആ പാദങ്ങളെ കേൾപ്പിക്കുക എന്ന് തന്നെ വിചാരിച്ചു. അങ്ങനെ അതുകൊണ്ടാണ് ഞാൻ ഇവിടെ പ്രാർത്ഥനയ്ക്ക് തന്നെ മുഴുകിപ്പോയത്. എല്ലാം ശരിയാവും മോളെ എന്നൊക്കെ പറയുന്നുണ്ട്. പൂജാരി വിഷ്ണു എന്ന പേര് ആരെങ്കിലും എന്ന് പൂജ നടത്തിയിട്ടുണ്ടോയെന്ന് ശാലിനി ചോദിക്കുക. കാരണം കാർത്തികയെ കണ്ടില്ല. അപ്പം കാർത്തിക വന്നത് വിഷ്ണുവിൻ്റെ പേര് പൂജ നടത്താനാണോ എന്നൊരു കാര്യങ്ങൾ ശാലിനിക്ക് അറിയണമെന്നുണ്ട്. അപ്പം ശാലിനി ചോദിച്ച ചോദ്യത്തിന് പൂജാരി നോക്കുവാണ്, ലിസ്റ്റിൽ നോക്കുമ്പം വിഷ്ണു എന്ന പേര് ഇന്നത്തെ ദിവസം പൂജാ ലിസ്റ്റിൽ വന്നിട്ടില്ല. ഇല്ല, വിഷ്ണു എന്ന പേര് ആരും ഒരു അർച്ചന പോലും ഇന്ന് കഴിപ്പിച്ചിട്ടില്ല മോളെ എന്ന് പറയുമ്പോഴത്തേക്ക് ആണോ, അപ്പം കാർത്തിക വന്ന് വിഷ്ണുവേട്ടൻ്റെ പേര് പൂജ നടത്താനല്ലേ എന്ന് ശാലിനിക്ക് മനസ്സിലായി. അപ്പോഴേ ഒരു ഡൗട്ട് വരുവാണ്. പിന്നെ വീണ്ടും ചോദിക്കുന്നുണ്ട്, മാംഗല്യ പൂജ വല്ലതും നടന്നിട്ടുണ്ടോ? മാംഗല്യ പൂജ ഇന്നൊരു മാംഗല്യ പൂജ നടന്നിട്ടുണ്ടോ? ഒരു ഹർഷൻ്റെ പേര്. അപ്പം വിഷ്ണു എന്ന പേര് മാംഗല്യ പൂജ ഇല്ലേ പൂജാരി? ഇല്ല, വിഷ്ണുവിൻ്റെ പേര് ഒരു മാംഗല്യ പൂജ നടന്നില്ല. ഞാനിപ്പോൾ അത് ഹർഷനെയാണ് അന്വേഷിക്കുന്നത്. കാരണം ഒരു ഹർഷന് വേണ്ട ഞാൻ ഇങ്ങോട്ടേക്ക് വന്നത് തന്നെ. കാരണം ഒരു കുട്ടി വന്ന് ഹർഷൻ്റെ പേര് ഒരു മാംഗല്യ പൂജ നടത്തി. പക്ഷേ ആ കുട്ടി ഇപ്പോൾ എവിടെയും കാണാനില്ല. പ്രസാദം മേടിക്കാൻ ആ കുട്ടി എത്തിയില്ല. ഈ പ്രസാദം മേടിക്കാതെ പോകുന്നത്, ഈ മാംഗല്യ പൂജ പ്രസാദം മേടിക്കാൻ ഭയങ്കര അനിഷ്ട ഫലങ്ങളാണ്. പിന്നെ ആ ദമ്പതിമാർക്കിടയിൽ ഭയങ്കര സ്വരച്ചേർച്ചകൾ വരും. ചിലപ്പോൾ രണ്ടുപേരും അകന്ന് കഴിയേണ്ടി വരും. വിരഹം, ദുഃഖം, അങ്ങനെ പലവിധ പ്രശ്നങ്ങളാണ് വരുന്നത്. അതുകൊണ്ടാണ് ഞാനിങ്ങനെ നോക്കുന്നത്. അയ്യോ, അത് കഷ്ടമായി പോയല്ലോ തിരുമേനി. കാരണം സ്നേഹിക്കുന്ന രണ്ട് മനസ്സുകൾ തമ്മിൽ പ്രശ്നം വന്നാലോ സംശയങ്ങൾ വന്നാലോ അകന്ന് താമസിക്കാൻ വന്നാലോ ഭയങ്കര വിഷമമാണ് പൂജാരി. അത് എനിക്ക് എല്ലാവരെക്കാളും മനസ്സിലാവുന്ന ഒരു കാര്യമാണ്. അങ്ങനത്തെ ഒരു ദുർവിധി അവർക്ക് വരാതിരിക്കട്ടെ. ആ വ്യക്തികൾക്ക് തമ്മിൽ സ്നേഹം തന്നെ സർവ്വസമയം കാണട്ടെ എന്ന് ശാലിനി ആ നടയിൽ വെച്ച് പറയുന്നതും ഈ കാർത്തിക മാറി നിൽക്കുക. കാരണം പൂജാരി പറയുന്നില്ലേ, കാരണം വിരഹം ദുഃഖമൊക്കെ വരും എന്ന് പറയുമ്പോഴത്തേക്കും കഥ അയ്യോ എനിക്ക് ഹർഷൻ തമ്മിൽ ഇനി പ്രശ്നമാവോ എന്നൊക്കെ കാർത്തിക മനസ്സ് ചിന്തിച്ച് പേടിച്ചിരിക്കുമ്പോഴാണ് ശാലിനി ഇങ്ങനത്തെ ഈ ആശ്വാസ വാക്കുകളായിട്ട് പറയുന്നത്, അവർക്ക് അങ്ങനത്തെ ഒരു പ്രശ്നം വരാതിരിക്കട്ടെ എന്ന്. ഇത് കേൾക്കുമ്പോൾ ശാലിനിയെക്കുറിച്ച് ഭയങ്കര നല്ല അഭിപ്രായമാണ് കാർത്തിക മനസ്സിൽ തോന്നുന്നത്. ചോദിക്കുന്നുണ്ട്, പൂജാരി ആ പൂജാപ്രസാദം ആര് മേടിച്ചാലും മതിയോ? മറ്റൊരാൾ മേടിക്കണമെന്നല്ലേ ഉള്ളൂ. അത് മതി, ആര് മേടിച്ചാലും മതി. ഇന്നാൾ തന്നെ മേടിക്കണമെന്നില്ല, പൂജ ചെയ്തവർ തന്നെ മേടിക്കണമെന്നുള്ള നിർബന്ധമില്ല. ആരെങ്കിലും ഒരിക്കൽ മേടിക്കണമെന്നേ ഉള്ളൂ. അതായത് അമ്പലത്തിൽ വെക്കുന്ന പാടില്ല, അത്രയേ ഉള്ളൂ. അമ്പലത്തിൽ വെച്ച് കഴിഞ്ഞാൽ അത് അശുഭമായി മാറും. അതുകൊണ്ട് അത് ആരെങ്കിലും അമ്പലനടയിൽ നിന്ന് കൊണ്ടുപോയാൽ തന്നെ ധാരാളം എന്ന് പറയുമ്പോഴത്തേക്കും ഇങ്ങ് തന്നേരെ പൂജാരി, ഞാൻ മേടിച്ചോളാം. സ്നേഹിക്കുന്നവർ തമ്മിൽ അകലാതിരിക്കാൻ എന്നാൽ കഴിയുന്ന ഇതാണെങ്കിൽ അത് ഞാൻ ചെയ്തിരിക്കും. അതുകൊണ്ടെങ്കിൽ അവരുടെ ജീവിതത്തിൽ ഒരു പ്രശ്നം ഇല്ലാതിരിക്കട്ടെ എന്ന് പറഞ്ഞിട്ട് ശാലിനി അത് മേടിക്കുന്നതും കൂടെ കാണുമ്പോൾ കാർത്തിക ശാലിനിയെക്കുറിച്ച് ഭയങ്കര സന്തോഷവും കാര്യമൊക്കെ തോന്നുവാണ്. അങ്ങനെ ശാലിനി എന്താണ് അവിടെ അമ്പലത്തിലെ പ്രാർത്ഥന കഴിഞ്ഞിട്ട് ശാലിനി തിരികെ പോവാണ്. അതുപോലെ തന്നെ ഈ പറയുന്ന കാർത്തികയും തിരികെ പോകണം. അപ്പം കാർത്തിക തിരികെ പോകുന്ന വഴിയിലാണ് കാർത്തികയുടെ ഫോണിലേക്ക് ഒരു കോൾ വരുന്നത്. മധുശ്രീയുടെ കോളാണ് നമ്മുടെ ഈ കാർത്തിക്ക് വരുന്നത്. അതായത് അടുത്ത ബ്ലാക്ക് മെയിലിംഗ്. ഈ ബ്ലാക്ക് മെയിലിങ്ങിനെ കുറിച്ചൊക്കെ ഒരു 1.5 ആഴ്ചയ്ക്ക് മുന്നേ തന്നെ നമ്മൾ എപ്പിസോഡിനകത്ത് പറഞ്ഞിട്ടുണ്ട്. അത് കേൾക്കുന്നെങ്കിൽ കേട്ടാൽ ആ എപ്പിസോഡിൻ്റെ ഫുൾ ഡീറ്റെയിൽ മനസ്സിലാക്കാം. ഞാൻ ജസ്റ്റ് പറയുന്നുള്ളൂ, ബ്ലാക്ക് മെയിലിംഗ് നടക്കുകയാണ്. അങ്ങനെ ബ്ലാക്ക് മെയിലിംഗ് കേൾക്കുമ്പോഴത്തേക്കും ഈ കാർത്തിക എന്താണ് മധുശ്രീ എവിടെയാണ് നിൽക്കുന്നത്? അപ്പം മധുശ്രീ പറയുന്നത് ഞാൻ ഒരു പാർക്കിലാണ് നിൽക്കുന്നത്. അത് സത്യഭാമയോട് പറയുവാണ്, സത്യഭാമയോട് ഈ സർവ്വത ചതിയുടെ കള്ളത്തരങ്ങളൊക്കെ ഞാൻ പൊളിച്ചു കൊടുക്കും. അതോട് സത്യഭാമ കൈയുടെ തോക്ക് വീണ്ടും എടുത്ത് വെടിവെക്കാൻ തുടങ്ങിക്കഴിഞ്ഞാൽ പിന്നെ നിൻ്റെ കാര്യം കട്ട പോകുകയാണ്. മകനാന്ന് പോലും നോക്കത്തില്ല. ചിലപ്പോൾ നിൻ്റെ കൂടെ കള്ളത്തരത്തിന് കൂട്ടുന്ന വിഷ്ണുട്ടനാണെങ്കിൽ അതും ചെയ്യും. നീ അതുകൊണ്ട് മര്യാദയ്ക്ക് എന്നോട് സത്യം പറയണം എന്നൊക്കെ പറയുമ്പോൾ ലാസ്റ്റ് ഇവൾ സത്യം പറയണം. അതായത് വിഷ്ണുവിനെ കണ്ടുമുട്ടിയ നിമിഷം തൊട്ട് ആ മലയുടെ മുകളിൽ നിന്ന് ഇവൾ ചാടാൻ നിന്നപ്പം വിഷ്ണു സഹായിക്കാൻ വന്നതും വിഷ്ണു അങ്ങോട്ടേക്ക് തന്നെ വന്ന കാര്യം, അതുപോലെ തന്നെ ഇവൾ കൊടുത്ത ഐഡിയ ആണല്ലോ നമുക്ക് രണ്ടുപേർക്കും വിവാഹം കഴിച്ചായിട്ട് അങ്ങോട്ടേക്ക് വീട്ടിൽ കയറി ചെല്ലാം. അപ്പം തനിക്കും പ്രശ്നം സോൾവ് ആവും, എനിക്കും തൽക്കാലത്തേക്ക് കാത്തിരിക്കാൻ ഒരു സ്ഥലമാവും. അതുപോലെ ഹർഷൻ്റെ കാര്യം എല്ലാ ഡീറ്റെയിൽസും പറയുവാണ്. അല്ല വായിനി ഇത്രയും കാര്യം കേട്ടപ്പം എന്തൊരു വലിയ ചതിയാണ് ഈ രണ്ടെണ്ണം കൂടെ ചെന്ന് ഒരുക്കിയിരിക്കുന്നത്. സത്യഭാമയെ വെല്ലുന്ന രീതിയിലാണല്ലോ വിഷ്ണുവേട്ടൻ പോലും കളിച്ചിരിക്കുന്നത്. എന്നാലും ഒരു കാര്യത്തെ എനിക്ക് സന്തോഷം, ഈ സത്യങ്ങളൊന്നും അറിയാതെ ശാലിനി കുറേ വട്ടം കറങ്ങുമല്ലോ എന്ന സമാധാനം മാത്രമാണ് ഈ മധുശ്രീക്കുള്ളൂ. പക്ഷേ എന്നിരുന്നാലും മധുശ്രീ പറയുകയാണ്, ഞാൻ നിന്നെ എല്ലാ രീതിയിലും സഹായിക്കും, നിൻ്റെ ഹർഷനമായിട്ടുള്ള ജീവിതത്തിനൊന്നും ഞാനൊരു തടസ്സമാവത്തില്ല. പക്ഷേ ഞാൻ പറയുന്ന കേട്ട് സത്യഭാമയുടെ വീട്ടിൽ എൻ്റെ ഒരാളായി നീ കാണണമെന്ന് പറഞ്ഞ് അവളുടെ കയ്യിൽ നിന്ന് അതിനനുസരിച്ച് വാക്ക് മേടിക്കണം. ലാസ്റ്റ് അവൾ ആ ഒരു ബ്ലാക്ക് മെയിലിങ്ങിൽ അങ്ങ് വീണ് പോവുകയാണ്. അർത്ഥത്തിലുള്ള മധുശ്രീയുടെയും കാർത്തികയും തമ്മിലുള്ള കോൺവെർസേഷൻ കുറച്ചും കൂടെ രസകരമായ രീതിക്കകത്താണ്. അതായത് കാർത്തിക ആദ്യം തന്നെ വിസമ്മതമാണ്, അതിനുള്ള സമ്മതത്തിലേക്ക് കാർത്തിക നീങ്ങില്ല. കാർത്തികയുടെ നല്ല മനസ്സിൽ കുറേ കാര്യങ്ങൾ കാർത്തിക ആലോചിക്കുന്നൊക്കെ ഉണ്ട്. പിന്നെ ലാസ്റ്റുള്ള ട്രാപ്പിലേക്ക് മധുശ്രീ എങ്ങനെയാണ് കാർത്തിക ആ വട്ടത്തിലേക്ക് കൊണ്ടുവന്ന് ഇരുത്തുന്നത്, ആ ഒരു കാര്യങ്ങളൊക്കെ ഡീറ്റെയിൽ ആയിട്ട് തന്നെ ഒരാഴ്ചയ്ക്ക് മുന്നേ ഉള്ള നമ്മുടെ വീഡിയോയ്ക്കകത്ത് കിടപ്പുണ്ട്. അപ്പോൾ അത് ഫുൾ കേൾക്കാൻ താല്പര്യമുള്ളവർക്ക് ഞാൻ കമൻറ്റ് ബോക്സിനകത്ത് ഡിസ്ക്രിപ്ഷനകത്ത് എന്താണ് നമ്മുടെ ആ യൂട്യൂബ് ലിങ്ക് ഇട്ടേക്കുക. അപ്പോൾ എല്ലാവരും നോക്കിയാൽ മതി. അപ്പോൾ ഇതാണ് ഇന്ന് കാണാൻ പോകുന്ന കോൺവെർസേഷൻ. അതിൻ്റെ ഫുൾ എപ്പിസോഡ്. അപ്പോൾ എല്ലാവരും കാണുമോ, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ബെല്ലൈക്കൺ പ്രസ് ചെയ്യുന്ന കമൻസും ഷെയർസും ലൈക്സ് ഇടാൻ ആരും മറക്കണ്ട കേട്ടോ. ബൈ.